അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ പ്രസിഡന്റ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ നീക്കങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ വലിയ അക്രമവും കലാപവുമായി മാറിയിരിക്കുകയാണ്. അമേരിക്കയിലെ ഏറ്റവും മനോഹര നഗരമായ കാലിഫോർണിയയെ ചാമ്പലാക്കാൻ പോന്ന വിധത്തിൽ കഴിഞ്ഞ നാളുകളിൽ കത്തിയ കാട്ടുതീയ്ക്ക് പുറകെ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന കലാപത്തിന്റെ അഗ്നി അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ സുപ്രധാന മേഖലയെ ചാമ്പലാക്കുന്ന വിധത്തിലാണ് ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ പരമ്പരാഗത നന്മകളെ മുഴുവൻ തച്ചുടച്ച ഡെമോക്രാറ്റിക് ഭരണത്തിന്റെ തിന്മകൾക്കെതിരെ ഓരോ യാഥാസ്ഥിക അമേരിക്കക്കാരന്റെയും ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി ഡൊണാൾഡ് ട്രംപ് എന്ന ദേശീയവാദി സ്ഥാനാർത്ഥിയായി എത്തിയ നാൾ മുതൽ ഡെമോക്രാറ്റുകളും ഇസ്ലാമിസ്റ്റുകളും ഇടത് സ്വതന്ത്രവാദികളും അടങ്ങുന്ന രാജ്യവിരുദ്ധ വോക്കിസ്റ്റ് ശക്തികൾ തുടങ്ങിവെച്ച കരിങ്കാലിപ്പണികളാണ് ഇപ്പോൾ രാജ്യത്തിന് തന്നെ കൊള്ളിവെക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ട്രംപ് അധികാരത്തിൽ വന്നാൽ അനധികൃത കുടിയേറ്റക്കാർ കട്ടയും പടവുമെടുത്ത് അമേരിക്കയുടെ അതിർത്തി കടക്കേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്ന ഈ ഉപജാപക സംഘങ്ങൾ ട്രംപിനെ കൊന്നുകളയാൻ നോക്കിയത് 2 വട്ടമായിരുന്നു. ആ ശ്രമം പരാജയപ്പെടുകയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുകയും ചെയ്ത ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ പ്രസ്താവിച്ചത് നാളെ സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം അവസാനിക്കുമെന്നായിരുന്നു. പറഞ്ഞത് അച്ചട്ടായി നിറവേറ്റിക്കൊണ്ട് കാര്യങ്ങൾ കടുപ്പിക്കുകയും അനധികൃതമായി അമേരിക്കയിൽ ചുറ്റിത്തിരിയുന്നവരെല്ലാം തൂക്കിയെടുത്ത് രാജ്യത്തിന്റെ പുറത്തേക്ക് തട്ടുകയും അടുത്ത ഘട്ടമായി ഫെഡറൽ ഇമിഗ്രേഷൻ നടപടികൾ ഊർജിതമാക്കുകയും ചെയ്തതോടെയാണ് അമേരിക്കയിൽ പറ്റിക്കൂടിക്കിടക്കുന്ന കുടിയേറ്റക്കാരും കഴിഞ്ഞ കാലങ്ങളിൽ നിഗൂഢമായ അജണ്ടകൾ മുൻനിർത്തിക്കൊണ്ട് അവരെ ആവോളം പ്രോത്സാഹിപ്പിച്ച ഡെമോക്രാറ്റുകളുടെ കാലിഫോർണിയൻ ഭരണകൂടവും ചേർന്ന് ലോസ് ആഞ്ചലസിനെ ആസൂത്രിത കലാപത്തിന്റെ തട്ടകമാക്കി മാറ്റിയത്. അങ്ങേയറ്റം അക്രമാസക്തമായ ആ പ്രതിഷേധങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് പാലസ്തീന്റെയും മെക്സിക്കോയുടെയും സോവിയറ്റ് യൂണിയന്റെയും പതാകകളാണ്. പാലസ്തീൻ കഫിയ തലയിൽ കെട്ടിക്കൊണ്ട് പ്രതിഷേധിക്കുന്നവരെയും ഫ്രെയിമുകളിൽ വ്യക്തമായി തന്നെ കാണാം. അതുമാത്രമല്ല, അമേരിക്കയുടെ പതാകകൾ നിലത്തിട്ട് തീ കൊളുത്തുകയും ആ സമയത്ത് മറ്റ് പ്രകടനക്കാരുടെ ഒരു കൂട്ടം അവരെ നോക്കി പ്രോത്സാഹിപ്പിക്കുകയും ചില പ്രകടനക്കാർ കത്തുന്ന അമേരിക്കൻ പതാകകളിൽ തുപ്പുകയും ചാമ്പലാക്കൂ എന്ന് തുടരെ ആക്രോശിക്കുകയും വിദേശ പതാകകൾ വഹിച്ചുകൊണ്ടുള്ള കലാപകാരികൾ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാകുമ്പോൾ ഈ പ്രതിഷേധ നീക്കങ്ങളുടെ പിന്നിലെ അജണ്ട മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കലാപ നീക്കങ്ങൾക്ക് കടുത്ത ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഒരുക്കിക്കൊണ്ട് കൊള്ളയും കൊലപാതകങ്ങളും മാത്രമല്ല, ലോസ് ആഞ്ചലസിലെ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത അന്തരീക്ഷവും ഇതിന് മറവിൽ സംജാതമായിരിക്കുകയാണ്. അറസ്റ്റിലായവരിൽ ഇത്തരം ബാലപീഡകരും കൊലപാതകികളുമാണ് കൂടുതലും. കാലിഫോർണിയയിൽ ഡെമോക്രാറ്റുകൾ അടവ് നയം പയറ്റുന്നത് കണ്ട് രോഷാകുലനായ ട്രംപ് നാഷണൽ ഗാർഡിനപ്പുറത്ത് പട്ടാളത്തെ കൂടെ രംഗത്തിറക്കിക്കൊണ്ട് അതിശക്തമായ നീക്കങ്ങൾക്കാണ് കരുക്കൾ നീക്കിയിരിക്കുന്നത്. പ്രതിഷേധങ്ങൾ അക്രമാസക്തമായതോടെ ട്രംപ് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൃത്യസമയത്താണ് താൻ നാഷണൽ ഗാർഡ്സിന്റെ സഹായം തേടിയത്. മറിച്ചായിരുന്നെങ്കിൽ കലാപകാരികൾ ലോസ് ആഞ്ചലസ് ചാമ്പലാക്കുമായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി. സ്വകാര്യ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ നടത്തിയ പ്രസ്താവനയിലൂടെ ഡെമോക്രാറ്റിക് പ്രതിനിധികളായ കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസിനും ലോസ് ആഞ്ചലസ് മേയർ കാരൻ ബാസിനുമെതിരെ കടുത്ത വിമർശനങ്ങളാണ് ട്രംപ് അഴിച്ചുവിട്ടത്. ലോസ് ആഞ്ചലസിൽ 25,000 വീടുകൾ കത്തിച്ചാമ്പലായതിന് കഴിവില്ലാത്ത ഈ ഗവർണറും മേയറും കാരണക്കാരാണെന്നാണ് ട്രംപിന്റെ ആരോപണം. അമേരിക്കയുടെ ഫെഡറൽ സിസ്റ്റം അനുസരിച്ച് സ്റ്റേറ്റുകൾക്ക് സ്വതന്ത്ര ഭരണാധികാരമുള്ളതിനാൽ കാലിഫോർണിയൻ സ്റ്റേറ്റ് അവസരം തിരിച്ചറിഞ്ഞ് തങ്ങളുടെ വോട്ട് ബാങ്കായ ഇടത് ഇസ്ലാമിക സ്വതന്ത്രവാദികളെ അഴിഞ്ഞാടാൻ അനുവദിച്ചുകൊണ്ടാണ് ഈ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കാലിഫോർണിയയും ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന മറ്റ് 20-ലധികം സ്റ്റേറ്റുകളും ഇത്തരത്തിൽ രാജ്യവിരുദ്ധ കലാപങ്ങളുമായി ഇറങ്ങുന്ന സാഹചര്യമുണ്ടായാൽ അത് മറ്റൊരു അമേരിക്കൻ സിവിൽ വാറിലേക്കായിരിക്കും വിരൽ ചൂണ്ടുന്നത്. വോക്കിസ്റ്റുകൾ ആഗ്രഹിക്കുന്നതും അത്തരമൊരു സാഹചര്യത്തിന് കളമൊരുക്കാൻ തന്നെയാണ്. ഏതായാലും ട്രംപിന്റെ അടുത്ത നടപടികൾക്കായി ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണിപ്പോൾ.